സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഒരു മനോഹരമായ ഒരു വീഡിയോ. അത് എന്തിനെ പറ്റിയാണെന്ന് നിങ്ങൾ പ്രത്യേകം ചോദിക്കേണ്ടതോ അല്ല ഞാൻ പ്രത്യേകം പറയേണ്ടതോ ആയിട്ടുള്ളൊരു കാര്യമില്ല. തമ്മിലുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മലയാള സിനിമയുടെയും മലയാളികളുടെയും ഒക്കെ വലിയേട്ടനും മൂത്തവനും ഒക്കെ ആയിട്ടുള്ള ഇതിഹാസവും ഒക്കെ ആയിട്ടുള്ള മലയാളി സംസ്കാരത്തിൻ്റെ അല്ലെ കേരള സംസ്കാരത്തിൻ്റെ കാതലാളായിട്ടുള്ള മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി പറയാനാണ്. മമ്മൂക്ക 16ാമത് ഫിലിം ഫെയർ അവാർഡ് വാങ്ങാനായിട്ട് വന്ന വേദിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഇൻസ്റ്റഗ്രാമിലും പലയിടങ്ങളിലും ഒക്കെ കണ്ടു കാണും. ഇപ്പം മമ്മൂക്ക ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയതിന് പിന്നാലെ ഫിലിം ഫെയർ അവാർഡ് വാങ്ങാനായിട്ട് എത്തിയതായിരുന്നു അദ്ദേഹം. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം മത്സരിച്ച് ജയിച്ച ആസിഫ് അലി, പൃഥ്വിരാജ്, ടൊവിനോ, പിന്നെ അതേപോലെ തന്നെ ബേസിൽ ജോസഫ് ഇവരെല്ലാം ആ വേദിയിൽ വെച്ചിട്ട് ആദരിക്കുന്ന ഒരു ചടങ്ങും ഉണ്ടായിരുന്നു, അവാർഡ് ദാന ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മമ്മൂക്ക ഒരു അവാർഡ് കയ്യിലേക്ക് ഏറ്റുവാങ്ങിയതിന് ശേഷം മമ്മൂക്ക പറഞ്ഞൊരു വാക്കാണ് അവിടെ ഇപ്പോൾ ഏറെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് മമ്മൂക്ക പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസിഫും ബേസിലും സുന്ദരന്മാരാണ്, പക്ഷേ അവൾ നിന്നത് എനിക്കൊപ്പം. അതായത് ഈ ഫിലിം ഫെയർ അവാർഡിനെ പറ്റിയാണ് മമ്മൂക്ക പറയുന്നത്, വേറെ ആരെയും പറ്റിയല്ല. ഈ ഫിലിം ഫെയർ അവാർഡിൽ ഒരു പെണ്ണിൻ്റെ ഒരു രൂപത്തിലുള്ള ഒരു ട്രോഫിയാണ് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവൾ നിന്നത് എനിക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ആസിഫിനെയും ബേസിലിനെയും വാട എന്ന് പറഞ്ഞുകൊണ്ട് വേദിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവരെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ച് നിർത്തുന്ന ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഒരു മമ്മൂക്കയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ആ ഒരു വീഡിയോ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നതിന് മുൻപ് നിങ്ങളൊന്ന് കാണിച്ചിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ആൾക്കാരൊക്കെ പോയി ആക്ടറൊക്കെ മേടിക്കാൻ വരുമ്പോൾ അവസാനം എല്ലാവരും മേടിച്ചവരും പോയി. അവരെ കൂടെ വന്ന ആൾക്കാരും പോയി. പിന്നെ ഇവിടെ വലിയ നമ്മുടെ പ്രസംഗം കേൾക്കാനും നമ്മളെ കാണാനും ഒന്നും ആളില്ല. അതൊക്കെ ആദ്യം കൊടുക്കുന്നത് ആരും പോയിട്ടില്ല. ബ്രഹ്മയുഗം കുറച്ചു പേരെങ്കിലും കണ്ടു കാണും. ഞാനും വേറെ 2 ആക്ടേഴ്സും ഉള്ള സിനിമയില്ല. പിന്നെ ഉള്ളത് കുറച്ച് ശബ്ദവും കുറെ മറ്റു തരത്തിലുള്ള പരിപാടികളാണ്. സിനിമ കണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിക്കാണ് 3 പേരെ സൈക്കിളും വേറെ കൂടെ സൗന്ദര്യം. എൻ്റെ കൂടെ അശോകനും സിദ്ധാർത്ഥനും ഉണ്ട്. പിന്നെ ഡയറക്ടർ, ക്യാമറമാൻ, ആർട്ട് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, ഇത്രയൊക്കെ ആൾക്കാരെ സംവിധാനം. ഈ സിനിമ ഒരു ഫ്രെയിം കിട്ടുമോ കാണാൻ? ഉണ്ടാവില്ല, കിട്ടേരും. ചുമ്മാ പറഞ്ഞത് ഈ ആൾക്കാർക്ക് ഇത് എന്തിനാണ് അവാർഡ് കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അല്ല, ഇത് ശരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഊക്കലാണോ എന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും സംശയമില്ലാതെയില്ല. എന്തിനാണ് അവാർഡ് അതായത് മമ്മൂക്ക അവിടെ വെച്ച് പറയുന്നത്, ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഞാനും 2 പേരുമുള്ള 3 പേര് മാത്രമുള്ള ഒരു ചിത്രമാണ്. കുറച്ച് ശബ്ദങ്ങളും പിന്നെ കുറച്ച് ആക്ടേഴ്സ് വേറെയും ഉണ്ട്. അപ്പോൾ അതിനിടയിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഈ വേദിയിൽ ഒന്ന് പ്ലേ ചെയ്യാനെന്നാണ് മമ്മൂക്ക പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഈ അവാർഡ് തന്നതെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്നാണ് മമ്മൂക്ക പറയുന്നത്. എല്ലാം പറയുന്നതെല്ലാം നർമ്മകരമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ. ഭ്രമയുഗം എന്ന് പറയുന്നൊരു സിനിമ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും എന്നാണ് മമ്മൂക്ക പറയുന്നത്. എന്നാൽ ആ സിനിമ ലോകം മുഴുവനും അറിയപ്പെട്ടൊരു സിനിമയാണ്. അമേരിക്കയിൽ ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിച്ച ഏക സിനിമ. അവർ തന്നെ സ്വമേധയെ അവിടെ പ്രദർശിപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഏറ്റെടുത്തൊരു സിനിമ, അല്ലെങ്കിൽ അവരെടുത്തൊരു സിനിമയാണ് ഭ്രമയുഗം. മമ്മൂക്കയുടെ ആ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെർഫോമൻസ് കാണാൻ, മമ്മൂക്കയുടെ ആ ആക്രാന്തം കാണാൻ, മമ്മൂക്കയുടെ ഭ്രാന്ത് കാണാൻ, മമ്മൂക്കയുടെ ആ ഒരു നവരസങ്ങളും മമ്മൂക്കയുടെ അഭിനയ വൈഭവവും ശൈലിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തൊരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ. അത് മമ്മൂക്ക സംഘികൾക്കോ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നൊരു മറുപടിയായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമുക്ക് പറയാൻ വേറെ നിർവാഹമില്ല. കാരണം മമ്മൂക്കയ്ക്ക് ഈ പറയുന്ന മികച്ച നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ മുതൽ അതിനുശേഷം മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കിട്ടിയ കാര്യങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പല ആളുകളും പല രീതിയിലും എഴുതുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതായത് മമ്മൂക്ക ഈ ഒരു അവാർഡിന് അർഹനാണോ, ലാലേട്ടന് കിട്ടിയ അവാർഡിൻ്റെ അത്രയും ഒക്കെ വരുമോ, ലാലേട്ടന് കിട്ടിയ അവാർഡുകൾക്ക് കയ്യും കണക്കുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും എഴുതുന്നത്. ഇതൊക്കെ മനസ്സിലായ മമ്മൂക്ക തന്നെ ആയിരിക്കണം ഈ രീതിയിൽ പറയുന്നത്. മമ്മൂക്ക ഈ ലോകത്ത് തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ഈ ഒരു രീതിയിൽ അവിടെ ഒരു പ്രസ്താവന നടത്തുന്നത്. എന്തായാലും അതിനുശേഷം മമ്മൂക്ക പറയുന്ന ബാക്കി കാര്യങ്ങളുണ്ട് നോക്കാം.
സിനിമ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു, ഇപ്പോഴുമാണ്. ഞാൻ പണ്ട് മുതലേ ഒരു ഫിലിം ഫെയർ മാരികയുടെ പബ്ലിക്കേഷൻ്റെ ഒരു വലിയ ആരാധകരാണ്. വലിയ വലിയ ഹിന്ദി നടന്മാരൊക്കെ ഫിലിം ഫെയർ അവാർഡും ഹിന്ദി പടത്തിന് ഷൂട്ടിംഗ് റിപ്പോർട്ടുകൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ എന്തുകൊണ്ട് പിടിച്ച് നിൽക്കുമ്പോൾ. I have never dreamed that I will hold in this black lady once. But fortunately, this is the 16th time. So happy that lady is in love with me. She is very reluctant to leave me. Thank you, Radha. She never leaves you, Mamuka. And as an actor, I think I have to improve a lot. It's true. True, madam. I'm not lying, boasting myself. No. I have been trying to be good always. I struggle. എടാ മക്കളെ, നിങ്ങളിത് കണ്ടില്ലേ? എവിടെ, എന്ത്, എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിൽ പറയണമെന്ന് വളരെ രീതിയിൽ അറിയാവുന്ന ഒരു വയസ്സുള്ള നല്ല പ്രായമുള്ള ഒരു മനുഷ്യനെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിൽ മാത്രമാണ് പ്രായം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനോ അദ്ദേഹത്തിൻ്റെ മനസ്സിനോ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾക്കോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾക്കോ ഇതുവരെയും പ്രായം എഫക്റ്റ് ചെയ്തിട്ടില്ല. അതിനൊട്ട് എഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ, അത് ഏത് ഭാഷയും ആയിക്കോട്ടെ, ഏത് രീതിയും ആയിക്കോട്ടെ, ഏത് ശൈലിയും ആയിക്കോട്ടെ, എല്ലാം വേണ്ട രീതിയിൽ അളന്നും മുറിച്ചും തിട്ടപ്പെടുത്തിയ രീതിയിലൊക്കെയാണ് മമ്മൂക്ക സംസാരിക്കുന്നതും മമ്മൂക്ക ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. മമ്മൂക്ക മറ്റ് അന്യഭാഷകൾ സംസാരിക്കുമ്പോഴും ആ ഒരു സംസാര രീതിയിലുള്ള ഒരു ഫ്ലുവൻസി അല്ലെങ്കിൽ ഒരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന രീതി, അതെന്തായാലും വേറൊരു നടനുണ്ടോ എന്ന് എനിക്കറിയില്ല. മമ്മൂക്കയ്ക്ക് ഡാൻസ് അറിയില്ല, അഭിനയം അറിയില്ല, മമ്മൂക്കയ്ക്ക് അവാർഡിന് അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്ന കുറേ അധികം ആളുകളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം. നിന്നെ കൊണ്ടൊക്കെ പറയാൻ പറ്റുമോ? നീയൊക്കെ മുട്ടിടിക്കും നിൻ്റെയൊക്കെ. Work hard. Still dream about good things. That's what we all will be. I always dream cinema. And my dreams are cinema. When I dream, it will be always a movie. To be very frank, yesterday also I dreamed a movie, which I was going to a forest to hunt tiger. Story, dreams will not stay more than 7 minutes. But still, my dreams are my movies. I hope you all will be there for long with me in my whole journey with the actor. I promise that I will work hard again and give you good performances. Thank you. My co-nominees like Asif and Basil with me. They are not less than me, not even an actor. They are equal to me, but something happened in between. That's why she came to me. They both two youngsters are so handsome, but still she came to me. Please, Vada. എൻ്റെ മക്കളെ, മമ്മൂക്ക അവിടെ പറയുന്ന കാര്യം കണ്ടില്ലേ? അതായത് എന്നേക്കാൾ ഒട്ടും താഴെയോ എന്നേക്കാൾ ഒട്ടും അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും പോകുന്ന ഒരാളുകളല്ല ആസിഫും ടോവിനോയും ബേസിലും ഒന്നും. അവരൊക്കെ എന്നോടൊപ്പം തന്നെയാണ്. എനിക്ക് ഈ പ്രായത്തിലും എനിക്ക് ഈ സിനിമയോട് അതിയായ അഭിനിവേശമാണ്. അത് ഇനിയും ഉണ്ടാവും. ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കും എന്നാണ് മമ്മൂക്ക അവിടെ പറയുന്നത്. ഇത്രയുമൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു വാക്ക് മലയാളത്തിൽ അവിടെ എടുത്തു പറയുന്നുണ്ട്. അതായത് ബേസിലും ആസിഫും നല്ല ലുക്കുള്ള നല്ല സുന്ദരന്മാരായിട്ടുള്ള നടന്മാരാണ്, എന്നിട്ടും ഇവൾക്ക് എന്നെ മതിയായിരുന്നു എന്നാണ് മമ്മൂക്ക പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ അത് എൻ്റെ കയ്യിലേക്ക് വന്നു, അവൾ എൻ്റെ കയ്യിലേക്ക് വന്നു. എത്രയും പറഞ്ഞതിന് ശേഷം മമ്മൂക്ക എടുത്തു പറയുന്നൊരു കാര്യം വാടാ എന്നാണ് പറയുന്നത്. ആ ഒരു വീഡിയോ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. മക്കളെ, ആ ബേസിലും നമ്മുടെ ആസിഫും ഒക്കെ ഓടി വന്ന് മമ്മൂക്കയുടെ നെഞ്ചിലേക്ക് തലയും വെച്ച് നിൽക്കുന്ന ഒരു രംഗം,
നിങ്ങൾ കണ്ട എല്ലാ ആളുകളുടെയും മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയെങ്കിലും വിടർത്തിയിട്ടുണ്ടാവും. ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ആ മമ്മൂക്കയ്ക്ക് കിട്ടിയ ഒരു അവാർഡ് ആ രണ്ടുപേരുടെയും കരങ്ങളിലേക്ക് സമ്മാനിച്ചുകൊണ്ട്, അല്ലെ രണ്ടുപേരുടെയും കരങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു മമ്മൂട്ടി യുഗത്തിനെയാണ് നമ്മൾ കാണുന്നത്. കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാ രീതിയിലും എല്ലാ കാലത്തും നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടുള്ള അഭിനയത്തിൻ്റെ രീതിയിലാണെങ്കിൽ പോലും നമ്മളെ എപ്പോഴും വിസ്മയിപ്പിക്കുന്ന മമ്മൂക്ക എന്ന് പറയുന്ന ഇതിഹാസം. ഇത്രയും ചെയ്തതിന് ശേഷം അദ്ദേഹം ബേസിലിനെ പറ്റിയും ആസിഫിനെ പറ്റിയും വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. They are not less than me anyway. Wow. And the actors who acted with me in that film also, they were all very good. I hope they also will be getting more recognition in the next coming years. Thank you all. Thank you. Thank you, Filmfare. Thank you. Good night. Thank you so much. എൻ്റെ മക്കളെ, ഇതുപോലൊരാള് നമ്മളൊന്നും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇനി ആർക്കും കാണാനും പറ്റാത്തൊരു മുതലാണ്. കാരണം ഇതുപോലെ ഒരാൾ മമ്മൂക്ക മാത്രമാണ്. മമ്മൂക്കയ്ക്ക് പകരം ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകരമോ അതിന് മുകളിൽ വെക്കാനോ അതിൻ്റെ അടുത്ത് വെക്കാൻ പോലും ഒരാൾ പോലും ഇല്ല. ഈവൻ മോഹൻലാൽ ആണെങ്കിൽ പോലും. അതായത് തനിക്ക് കിട്ടിയൊരു അവാർഡ്, ആ അവാർഡിൻ്റെ വേദിയിലേക്ക്, ആ ഒരു നല്ല സുന്ദരകരമായ നിമിഷത്തിലേക്ക് തൻ്റെ ഒപ്പം അഭിനയിച്ച് തന്നോടൊപ്പം തന്നെ മികച്ച നടനുള്ള നോമിനേഷനിൽ വന്നിട്ടുള്ള മറ്റ് പല ആളുകളെയും ചേർത്ത് വിളിച്ചുകൊണ്ട്, തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവരെ അടുത്ത് നിർത്തി അവർക്ക് വേണ്ടുന്ന ലാളന കൊടുക്കുന്ന ഒരു മമ്മൂക്കയാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം, മമ്മൂക്ക വന്ന വഴികൾ മറക്കാത്ത, താൻ ചെയ്യുന്ന പ്രവർത്തികളിലൊന്നും കണക്ക് വെക്കാത്ത, ആർക്കൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ വേണമെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്ന ഒരു കരുതലിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള മമ്മൂക്ക. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. മമ്മൂക്കയുടെ പേരിട്ട ഒരാളിനെ മമ്മൂക്ക നേരത്തെ സ്റ്റേജിലേക്ക് വിളിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് വിളിച്ച് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് മമ്മൂക്ക അന്ന് തൊട്ട് ഇന്ന് വരെയും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ ആരാണോ സഹായമായിട്ട് മുന്നിലേക്ക് നിന്നിട്ടുള്ളത് അവരെ എല്ലാവരെയും മറ്റുള്ള ആളുകളുടെ മുൻപിലേക്ക് അറിയിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആസിഫിനെയും ബേസിലിനെയും അടുത്ത് നിർത്തുമ്പോൾ അവർക്ക് അവാർഡിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്, അല്ലെങ്കിൽ അവാർഡിനേക്കാളൊക്കെ ഏറ്റവും അപ്പുറം വിലമതിക്കാനാവാത്ത ഒരു കാര്യമാണ് അവർക്ക് കിട്ടുന്നത്, മമ്മൂക്കയുടെ ചേർത്ത് പിടിക്കൽ. ഇതിലും വലുത് ഇനി ആസിഫിനും ബേസിലിനും ഒന്നും കിട്ടാനില്ല. മമ്മൂക്ക എന്ന് പറയുന്നൊരു ഇതിഹാസത്തിൻ്റെ ചേർത്ത് പിടിക്കൽ ഇവിടെയും നമ്മൾ കാണുകയാണ്. മമ്മൂക്ക അവരെ എത്ര സ്നേഹത്തോടു കൂടിയാണ് വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്നത്, അല്ലേ? അങ്ങനെ പിടിച്ച്, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു വരുത്തിയതിന് ശേഷം അവരോടൊപ്പം അവാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മമ്മൂക്കയെ നമ്മളിവിടെ കാണുന്നു. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും മമ്മൂക്ക ഇനിയും എന്നും എക്കാലത്തും നമ്മളെ വിസ്മയിപ്പിക്കുന്ന മമ്മൂക്ക ഇനിയും അങ്ങനെ തന്നെ തുടരണം. മമ്മൂക്ക തന്നെ പറയുന്നുണ്ട്, സിനിമ എന്ന് പറയുന്ന ലോകം എനിക്ക് ഒരുപാട് സ്വപ്നം, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഭ്രാന്താണ് സിനിമയോട്, അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് മമ്മൂക്ക പറയുന്നത്. മമ്മൂക്കയെ കാണുമ്പോൾ വിരളി പിടിക്കുന്ന, മമ്മൂക്കയെ കാണുമ്പോൾ വിരോധം തോന്നുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് വീണ്ടും വീണ്ടും ഒന്ന് എടുത്തു വെച്ച് കാണണം. ഒരൊറ്റ തവണ കണ്ടാൽ പോരാ, നീയൊക്കെ വീണ്ടും വീണ്ടും കാണണം. നിനക്കൊന്നും മനസ്സിലാവത്തില്ല മമ്മൂക്ക എന്താണെന്നുള്ളത്. ഇത് കേവലം മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്. മമ്മൂക്ക അടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് മമ്മൂക്ക. അങ്ങനെ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ മനസ്സിലായിട്ടുള്ള ആളുകൾ എന്നും എക്കാലത്തും മമ്മൂക്കയെ സ്നേഹിക്കും, മമ്മൂക്കയെ ചേർത്ത് പിടിക്കാനും മമ്മൂക്കയുടെ ഒരുപാട് സ്നേഹത്തോടുകൂടി മമ്മൂക്കയുടെ ഒപ്പം ഉണ്ടാവും. എന്നാൽ മമ്മൂക്ക എന്താണെന്ന് മനസ്സിലാവാത്ത, മമ്മൂക്കയെ കാണുന്നത് ഒരു വിരോധാഭാസമായിട്ട് കാണുന്ന ആളുകൾ ഈ രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഇതിനും കുറ്റം പറയാൻ ആളുകൾ കാണും, ഇല്ലാതെ ഞാൻ പറയുന്നില്ല, എന്തായാലും അവന്മാർ കാണും. ഈ ചവറുകളെ, വേസ്റ്റുകളെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവന്മാർ പറയാനുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൊക്കോട്ടെ. എന്തായാലും മമ്മൂക്ക ഇരിക്കുന്ന തട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വീണ്ടും ഞാൻ പറയുകയാണ്, ഇവിടെ അത് ആവശ്യമാണ്. മമ്മൂക്ക ഇരിക്കുന്ന തട്ട് ഏതവനൊക്കെ വന്നാലും എത്ര തുലാഭാരം നേർന്നാലും ആ തട്ട് താണ് തന്നെ ഇരിക്കും. കാരണം അത് അയാൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റാർഡമാണ്. അയാൾ കഷ്ടപ്പെട്ട് അയാളുടെ സിനിമയോടുള്ള അഭിനിവേശത്തോടു കൂടി അയാളുടെ എല്ലാ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് അയാളുടെ ശരീരം പോലും നോക്കാതെ അയാൾ നല്ല രീതിയിൽ അഭിനയിച്ച് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവും സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന സിനിമകളാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് മമ്മൂക്ക പോകുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് സഹായവുമായിട്ട് മമ്മൂക്ക പോകുന്നു. എന്തായാലും അതൊക്കെ ഉണ്ടാവട്ടെ, ഇതെല്ലാം കാണാനായിട്ട് നമുക്കൊരു ഭാഗ്യമുണ്ടാവുന്നു. ഇനിയെന്നും നമ്മളെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക അങ്ങനെ തന്നെ തുടരട്ടെ, വീണ്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.